നിമ്ന വിജയൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിൻ്റെ പരിചയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2023 ഏപ്രിൽ ആദ്യവാരം പുറത്തിറങ്ങിയ ഈ നോവൽ ഇന്ന് 10,000 കോപ്പികൾക്ക് മുകളിൽ വിറ്റഴിഞ്ഞ് ജനപ്രീതിയിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന നോവലാണ്. പുസ്തകങ്ങൾ നിരന്തരമായി വായിച്ചു ശീലിച്ചവർക്ക് ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാവുന്ന, ഒരുപക്ഷെ വലിയ ആഴമൊന്നും അവകാശപ്പെടാനില്ലാത്ത നോവലാണിത്. പക്ഷേ വായിച്ചു തുടങ്ങുന്നവർക്ക് എളുപ്പം വായനയുടെ ലോകത്തിലേക്ക് കടക്കാനുതകുന്ന ഭാഷയും പ്രമേയവും കൈയടക്കവും ഈ നോവലിനുണ്ട്. നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരുടെ പേര് പറയും? ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പേര് തന്നെ പറഞ്ഞിട്ടുണ്ടാകുമോ? ഒരിക്കലുമില്ല, അല്ലേ? അല്ലെങ്കിൽ എത്ര പേരുകൾ കഴിഞ്ഞാണ് നാം നമ്മിലേക്ക് എത്തുന്നത്? പുസ്തകത്തിൻ്റെ തലക്കെട്ടിൽ തുടങ്ങുന്ന ഏറ്റവും ലളിതമായ, ഒരുപക്ഷെ നാം ഒരിക്കലും ആലോചിക്കാത്ത ഈ ചിന്ത പുസ്തകത്തിലുടനീളം നമ്മെ പിന്തുടരുന്നുണ്ട്. അമ്മു എന്ന് വീട്ടുകാർ ഏറെ സ്നേഹത്തോടെ വിളിക്കുന്ന അതിഥിയുടെ തീവണ്ടി യാത്രയിലൂടെയാണ് നോവൽ ആരംഭിക്കുന്നത്. ബാംഗ്ലൂർ നഗരമാണ് നോവലിൻ്റെ പശ്ചാത്തലം. ബാംഗ്ലൂർ ഉണരുന്നതും ഉറങ്ങുന്നതുമൊക്കെ വെളിച്ചവും ഇരുട്ടും നിറഞ്ഞ സിനിമാറ്റിക് ദൃശ്യഭാഷയുടെ പിൻബലത്തിൽ എഴുത്തുകാരി അവതരിപ്പിക്കുന്നുണ്ട്. പട്ടാളച്ചിട്ടിയുള്ള സാക്ഷി എന്ന റൂംമേറ്റും ടോക്സിക് റിലേഷനിൽ മനം തകർന്ന ദേവുവും, പ്രണയവിവാഹത്തിലെത്തിയ കൂട്ടുകാരിയും, സൗഹൃദത്തിന് സാഹോദര്യത്തിൻ്റെ നിറം പകർന്ന ആദിയും ശക്തിയും ഉൾപ്പെടെയുള്ളവർ തീർക്കുന്ന സ്നേഹത്തിൻ്റെ ലോകത്തിനിടയിലും അതിഥി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഡയറിയിലൂടെയാണ്. മഹാദേവ് എന്നു പേരിട്ട സാങ്കല്പിക കഥാപാത്രത്തോടാണ് അവൾ സന്തോഷവും സങ്കടവും പ്രണയവും പ്രതീക്ഷയുമൊക്കെ പങ്കുവയ്ക്കുന്നത്. ഈ ഡയറി വായിക്കാനിടയായ ശരൺ അതിഥിയുടെ ജീവിതത്തിലേക്ക് മഹാദേവനായി തന്നെ കടന്നു വരുമ്പോൾ പതിവ് കൊമേഴ്സ്യൽ സിനിമകളിലെ ക്ലീഷേ കാഴ്ചകളിലേക്ക് തെന്നി വീണു പോകുന്നുണ്ടോ എന്ന സംശയം സ്വാഭാവികമായും കടന്നുവരും. ബാംഗ്ലൂരിലെ ലോക്കൽ ഗാർഡിയനായ അങ്കിളിൻ്റെ ഫോൺ സംഭാഷണത്തിലെ അശ്ലീല ചുവയിൽ നിന്ന് അവൾ അവളെ തന്നെ വീണ്ടെടുക്കുന്നത് ശരണുമായുള്ള പ്രണയത്തിലൂടെയാണ്. അതോടൊപ്പം എന്തൊക്കെ ആദർശങ്ങൾ പറഞ്ഞാലും പാരമ്പര്യശീലങ്ങളുടെ അതിർത്തി ലംഘിച്ച പ്രണയങ്ങളെ സമൂഹം അംഗീകരിക്കില്ല എന്നതിനുദാഹരണമായി കണ്ണൻ്റെയും നിഹാലിൻ്റെയും ബന്ധമറിഞ്ഞപ്പോഴുണ്ടാകുന്ന പൊട്ടിച്ചിതറലുകൾ സാക്ഷ്യമാകുന്നുണ്ട്. ജീവിതത്തിൽ എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന, ഏതു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് താങ്ങായി നിൽക്കുന്ന ഒരു സുഹൃത്തുണ്ടാകാൻ കഴിയുക ഏറ്റവും വലിയ ഭാഗ്യമാണ്. അവിടെയാണ് ലയ എന്ന കഥാപാത്രം കടന്നു വരുന്നത്. വീട്ടിലെ ചുമരിൽ നിന്ന് ഫ്ലാറ്റിലെ ചുമരിലേക്ക് മാറിയാലും ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന ജീവിതമായാണ് അങ്കിളിൻ്റെ ഭാര്യ കഥാപാത്രം കടന്നു വരുന്നത്. സത്യത്തിൽ പുറത്താരോടും പറയാൻ കഴിയാത്ത ആത്മദുഃഖങ്ങൾ പേറിയാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത് എന്ന വരികൾ ഇവിടെ പൂർണ്ണതയിലെത്തുന്നുണ്ട്. ഒരു കുഞ്ഞു ജനിച്ചാൽ എന്തൊക്കെ അനൗദ്യോഗിക വിദ്യാഭ്യാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്? പൊതുവിടത്തിലെ പെരുമാറ്റങ്ങൾ, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, ജോലിക്ക് കയറുമ്പോൾ, സ്റ്റേജിൽ, എന്തിന് കല്യാണം കഴിക്കാൻ വേണ്ടി ചെറുപ്പം മുതലേ പരിശീലിപ്പിക്കുന്നവരാണ് നാം. എന്നാൽ ജീവിതത്തിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ എങ്ങനെ നേരിടണമെന്ന് ആരും പറഞ്ഞു തരാറില്ല. അവിടെയാണ് നമുക്ക് സന്തോഷിക്കേണ്ടതെല്ലാം നമുക്കുള്ളിൽ തന്നെയുണ്ട് എന്ന് എഴുത്തുകാരി പറഞ്ഞു വെക്കുന്നത്. പോരായ്മകൾ. പ്രണയത്തിൻ്റെ അനുഭൂതിയെക്കുറിച്ച് എഴുത്തുകാരി വാചാലിയാകുന്നുണ്ടെങ്കിലും അത്രത്തോളം തീക്ഷ്ണമായി അനുഭവിപ്പിക്കാൻ കഴിയുന്നില്ല.
ഓർക്കിഡ് പൂവുകൾ വായനയ്ക്ക് ശേഷം പിന്തുടരുന്നില്ല. അത്രത്തോളം പാരായണക്ഷമതയോ ആഴത്തിലുള്ള വായനയോ വായനയ്ക്ക് ശേഷം മനസ്സിൽ തങ്ങി നിൽക്കുന്ന അധികം കഥാപാത്രങ്ങളോ പ്രതീക്ഷിക്കരുത്. പ്രത്യേകതകൾ: നീണ്ട വാക്യങ്ങളില്ല. ചെറിയ ചെറിയ വാക്യങ്ങൾ വായനാ സുഖം നൽകുന്നുണ്ട്, തീർച്ച. ഡീറ്റെയിലിങ്ങിൻ്റെ വെറുപ്പിക്കലില്ല. ഇൻസ്റ്റൻ്റ് വായനയ്ക്ക് സാധ്യത നൽകുന്നുണ്ട്. പെർഫെക്റ്റ് ആവുക എന്നതിനേക്കാൾ ജെനുവിൻ ആവുക എന്നതാണ് എഴുത്തിൻ്റെ ലക്ഷ്യവും രീതിയും. യാത്ര വെറുമൊരു പുറപ്പെടലിനപ്പുറം ആനന്ദവും ആശ്വാസവുമാകുന്ന സന്ദർഭങ്ങളുണ്ട്. സ്ത്രീ വായനക്കാരെ സംബന്ധിച്ച് പെട്ടെന്ന് തൊടുന്ന വരികളും സന്ദർഭങ്ങളും ഉണ്ട്. അവശേഷിപ്പ്: നാം നമ്മെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത്. നാം നമ്മെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയുന്നു, നല്ല മനുഷ്യരാകാൻ കഴിയുന്നു.